ഹായ് ഗൈസ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് റാപ്ഷോപ്പിൽ നിന്ന് നമ്മൾ വാങ്ങിച്ച ഒരു കസ്റ്റമൈസ്ഡ് സ്കിന്നിൻ്റെ ഒരു റിവ്യൂ ആണ്. സോ നമുക്ക് ഈ ഒരു പ്ലാസ്റ്റിക് റാപ്പിങ്ങിലാണ് കിട്ടിയിട്ടുള്ളത്. സോ ഇവിടെ എൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനത് സ്ക്രീനിൽ കാണിക്കാത്തത്. അപ്പോൾ നമുക്കിത് നേരെ ഒന്ന് പൊട്ടിച്ചെടുക്കാം, അതായത് ഒന്ന് അൺബോക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ പറയാനായിട്ട് സാധിക്കും. സോ ജസ്റ്റ് ഒരു ചെറിയൊരു പാക്കറ്റിലാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. ഇവിടെ റാപ്ഷോപ്പിലെ ലോഗോയൊക്കെ നമുക്ക് കൊടുത്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ നേരെ നമുക്ക് ഒരു അഡ്രസ് കാർഡ് എടുത്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്ന സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം നോക്കാം. അതിൻ്റെ അകത്ത് നമുക്കൊരു കാർഡ്ബോർഡ് ഷീറ്റ് വെച്ചതിന് ശേഷം വേറൊരു പാക്കിങ്ങിലാണ് നമുക്ക് കിട്ടുന്നത്. റാപ്ഷോപ്പിൽ നിന്ന് ഇവിടെയായിട്ട് എഴുതിയിട്ടുണ്ട്. അതോടൊപ്പം ഫോളോവേഴ്സ് ഓൺ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ആൻഡ് ട്വിറ്റർ എന്നും കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം അവരുടെ സോഷ്യൽ മീഡിയ ലിങ്ക്സിൻ്റെ ആ ഒരു നെയിമും കൂടെ കൊടുത്തിട്ടുണ്ട്, യൂസർ നെയിമും കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടെക് ജീക്സിൻ്റെ ലോഗോ അടിച്ച കസ്റ്റമൈസ്ഡ് സ്കിന്ന്. ഇത് ഞാൻ സാംസങ് ഗാലക്സി J6 വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ്. J6 ഒരു 2 വർഷം മുമ്പ് ഇറങ്ങിയ സ്മാർട്ട് ഫോണാണ്. അപ്പോൾ കുറച്ച് പഴക്കമുള്ളൊരു സ്മാർട്ട് ഫോണാണ് സാംസങ്ങിൻ്റെ ഗാലക്സി J6. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. എത്ര പഴയ മൊബൈലായാലും നമുക്ക് ഇതിൻ്റെ അകത്ത് സ്കിന്ന് കിട്ടുന്നതാണ്. ഇവരുടെ വെബ്സൈറ്റിൽ സ്കിന്ന് കിട്ടുന്നതാണ്. ഞാൻ ഇവരുടെ വാട്സാപ്പ് നമ്പരും വെബ്സൈറ്റിൻ്റെ ലിങ്കും താഴെ തന്നിട്ടുണ്ട്. വാട്സാപ്പിൽ കൂടെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു പാക്കിനകത്ത് കിട്ടുന്നത് നമ്മുടെ സ്കിന്ന്, അതോടൊപ്പം നമുക്ക് ഒരു ക്ലോത്ത് കിട്ടുന്നുണ്ട്, ഒരു ക്ലീനിങ് ക്ലോത്ത് ആണ്. സോ ഇതിൻ്റെ അകത്താണ് ആ ഒരു സംഭവങ്ങളുള്ളത്. അതോടൊപ്പം നമുക്ക് പിന്നെ കിട്ടുന്നത് ഒരു മാനുവൽ കാർഡാണ്. അതായത് നമുക്കിത് എങ്ങനെയാണ് സ്കിൻ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള ഒരു മാനുവലായിട്ട് നമുക്ക് ഫോട്ടോസ് ഇതിവിടെ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം താഴെയിട്ട് യൂട്യൂബിൻ്റെ ലോഗോയും കൂടെ കൊടുത്തിട്ടുണ്ട്. അത് അവരുടെ ചാനലിൽ വിസിറ്റ് ചെയ്യാനുള്ളതാണ്. ആ ഒരു വീഡിയോ നിങ്ങൾ പോയി കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് ഒട്ടിക്കേണ്ടതെന്ന്. അപ്പോൾ ഞാനൊരു മാർക്കർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു മാർക്കർ ജസ്റ്റ് ആ ഒരു അഡ്രസ്സ് വായിക്കാൻ വേണ്ടിയിട്ടായിരുന്നു, അത് ഞാൻ മറന്നുപോയി. എന്തായാലും നമുക്ക് മാർക്കർ മാറ്റി വയ്ക്കാം, എന്നിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കിന്ന്. ഞാൻ കൊടുത്ത ഇമേജ് ഏകദേശം 200-300 KB വരെ സൈസ് ഉണ്ടായിരുന്നുള്ളൂ. വളരെ ക്വാളിറ്റി കുറവായിട്ടുള്ളൊരു ഇമേജ് ആയിരുന്നു നമ്മൾ കൊടുത്തത്. കാരണം ലോഗോ ഇങ്ങനെ എടുത്തപ്പോഴത്തേക്കും കുറച്ച് ക്വാളിറ്റി ലോസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് നമുക്ക് സാധനം കിട്ടിയപ്പോൾ ഒരു ക്വാളിറ്റി ലോസും ഇല്ല. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എത്ര പഴയ ഫോട്ടോ ആവട്ടെ, എത്ര ഓൾഡ് ഫോട്ടോയിൽ ഒരു കുഴപ്പമില്ല, നല്ല രീതിയിൽ ക്വാളിറ്റി തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ആദ്യം തന്നെ നമുക്കൊരു കാർഡ്ബോർഡ് പീസ് എടുത്ത് വെച്ചതിന് ശേഷം, അവർ അയച്ചു തന്ന കാർഡ്ബോർഡ് പീസാണ് കേട്ടോ, അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ സ്മാർട്ട് ഫോൺ വയ്ക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എടുക്കുന്നത് വെറ്റാണ് എടുക്കേണ്ടത്. കാരണം എന്ന് വെച്ചാൽ അവർ നേരത്തെ നമുക്ക് തന്ന ഒരു മാനുവൽ ഉണ്ടല്ലോ, ആ മാനുവലിൻ്റെ അകത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആദ്യം വെറ്റ് യൂസ് ചെയ്യുക, അതിനുശേഷം ഡ്രൈ യൂസ് ചെയ്യാന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ടെമ്പററി ഗ്ലാസ്, അതായത് നമ്മുടെ സ്ക്രീൻ പ്രൊട്ടക്ടർ ഗ്ലാസ് ഒക്കെ ഒട്ടിക്കുന്നവർക്കാണെങ്കിൽ ഇത് അറിയായിരിക്കും. സോ അത് അവർ എവിടെയെങ്കിലും സ്കിപ്പ് ചെയ്തോ വേണമെങ്കിൽ അതൊക്കെ ഒട്ടിക്കുന്നവർക്കാണെങ്കിൽ അറിയായിരിക്കും. അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. സോ ആദ്യം തന്നെ നമുക്ക് വെറ്റ് എടുക്കാം. ഇതാണ് നമ്മുടെ വെറ്റ്, നല്ല നനവാണ്. സോ ആൽക്കഹോളിക് ഉള്ള ഒരു സംഭവമാണ്. സോ ഇവിടെയായിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് തുടക്കേണ്ടതും കാര്യങ്ങളും. സോ നല്ല വൃത്തിയായിട്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ ഹോൾഡ് ചെയ്ത് പ്രസ് ചെയ്ത് നിന്ന് വാഷ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഒരു ക്ലീൻ ചെയ്ത് നിന്ന് എടുക്കുക. അങ്ങനെ നമ്മുടെ ഈ ഒരു വെറ്റിൻ്റെ ക്ലോത്ത് വെച്ചിട്ടുള്ള ക്ലീനിങ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാനുള്ളത് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് ഈ ഒരു സംഭവം, അതായത് ഡ്രൈ എന്ന് പറയുന്ന ഈ ഒരു സാധനം. ഇത് നമുക്ക് ഒരു പാക്കറ്റിൽ നിന്ന് എടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു എന്താ പറയുക, ഇപ്പോൾ വെറ്റായിട്ടിരിക്കുന്നല്ലോ ആൽക്കഹോൾ കൊടുത്തിട്ടുള്ളത്, ആ ജസ്റ്റ് തുടക്കുക. അപ്പോൾ അതിലിരിക്കുന്ന പൊടിയും ഡസ്റ്റ് പാർട്ടിക്കിൾസ് എല്ലാം ഒന്ന് നമുക്ക് നേരെ ക്ലീൻ ആയിട്ട് കിട്ടും. സോ ഇതാണത്. സോ നല്ല രീതിയിലുള്ളൊരു ക്ലോത്താണിത് കേട്ടോ. സോ നേരെ നമുക്ക് ഈ ഒരു വശം നേരെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക, നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ടോട്ടലി നമ്മളിപ്പോൾ കുറേ വർഷം തുടച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട്. നല്ല സമയം എടുത്ത് വേണം ചെയ്യാനായിട്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ സ്റ്റിക്കർ എടുക്കാം. സോ ആദ്യം തന്നെ ഞാൻ മുകളിലോട്ട് പോയിട്ട് ഇളക്കാനായിട്ട് നോക്കിയത്. സോ ഞാൻ നേരെ മുകളിൽ നിന്ന് താഴോട്ട് ഇളക്കിയെടുത്തു അതിനെ. എന്നിട്ടാണ് എനിക്കിതിൻ്റെ അബദ്ധം മനസ്സിലായത്. ഞാൻ നേരെ ഇതിനെ വലിച്ച് ഇളക്കി എടുക്കാനായിട്ട് തുടങ്ങി. എടുത്തതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഇത് ഇങ്ങനെയല്ല എടുക്കേണ്ടതെന്ന്. സോ ഞാൻ നേരെ ഈ കാണുന്ന രീതിയിൽ, നിങ്ങളിപ്പോൾ ആരായാലും, എനിക്ക് ഓൾറെഡി ഒരു സ്കിന്ന് എടുക്കാനായിട്ട് എനിക്ക് അറിയത്തില്ല. അപ്പോൾ എൻ്റെ അനിയനും കൂടെ എന്നെ സഹായിച്ചു എങ്ങനെയാണ് ഒട്ടിക്കേണ്ടതെന്നൊക്കെ. സോ കയ്യിൽ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക, എന്നിട്ട് വേണം ഇത് ഒട്ടിക്കാനായിട്ട്. സോ ഞാൻ ഡയറക്റ്റായിട്ട് ഈ ഒരു ക്യാമറ മൊഡ്യൂളിൽ വെച്ച് ഒട്ടിക്കാമെന്ന് കരുതി നേരെ കൊണ്ട് വെച്ചപ്പോഴാണ് മനസ്സിലായത് ഇതിങ്ങനെയല്ല ഒട്ടിക്കേണ്ടത്, ഇതിന് ഒട്ടിക്കേണ്ട രീതിയുണ്ട്. അപ്പോൾ ഞാൻ നേരെ എന്ത് ചെയ്തു, വീഡിയോ പാസ് ചെയ്തതിന് ശേഷം ഞാൻ യൂട്യൂബിൽ പോയി ഇവരുടെ ചാനൽ സെർച്ച് ചെയ്ത് കണ്ടു. എന്നിട്ടാണ് എനിക്ക് കുറച്ചുകൂടെ മനസ്സിലായത്, അതായത് നമ്മൾ ഇത് ഹീറ്റ് ചെയ്തിട്ട് വേണം ഇടാനായിട്ട്, ഹെയർ ഡ്രയർ യൂസ് ചെയ്യണം. അതോടൊപ്പം ഇത് താഴ്ന്ന്, അതായത് നമ്മുടെ ചാർജർ പോർട്ട് കൊടുക്കുന്ന ആ ഒരു വശം തൊട്ടാണ് ഇത് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഞാൻ നേരെ നമ്മുടെ ആ ഒരു ചാർജിങ് പോർട്ടിൻ്റെ ആ ഒരു വശത്തേക്ക് നമ്മുടെ ഈ ഒരു സ്റ്റിക്കർ കൊണ്ടുപോയി. അതിനുശേഷം ഞാൻ ജസ്റ്റ് ആ ഒരു സ്കിൻ ഒട്ടിക്കാനായിട്ട് തുടങ്ങി. അതിന് മുമ്പായിട്ട് നമ്മൾ നേരത്തെ ഇളക്കിയെടുത്തല്ല ആ ഒരു സ്റ്റിക്കർ നമുക്ക് കൊണ്ടുവന്ന ഒരു പാനൽ. സോ അതിലൂടെ നമ്മൾ തിരിച്ച് അതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് വെച്ചതിന് ശേഷം ആ ഒരു വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ ഞാൻ ചെയ്യാനായിട്ട് തുടങ്ങി. അതായത് ഞാൻ ഓൾറെഡി ഇളക്കി പോയല്ലോ, അതുകൊണ്ട് ജസ്റ്റ് അതിനെ ഒട്ടിച്ച് വെച്ചു. അതിനുശേഷം ഈ ഒരു താഴ്ഭാഗം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നമ്മൾ ഇളക്കിയെടുത്തു. അതിനുശേഷം നമ്മുടെ ഈ ഒരു മൊബൈൽ സ്കിൻ എടുത്തതിന് ശേഷം ഈ ഒരു താഴ്ഭാഗത്തായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് തുടങ്ങി. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. സോ
സോ നല്ല കെയർഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. സോ ഞാൻ ഇതിൻ്റെ അകത്ത് നോക്കിയെടുത്ത സമയം തൊട്ട് ക്യാമറയ്ക്കകത്ത് അത് കിട്ടില്ല, ബട്ട് ഞാൻ മാക്സിമം കാണിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചതിന് ശേഷം നല്ല രീതിയിൽ ലോങ് പ്രസ് ചെയ്ത് നമ്മൾ കൊടുക്കുക കേട്ടോ. നല്ല രീതിയിൽ ലോങ് പ്രസ് ചെയ്ത് യൂസ് ചെയ്യുക. അതായത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് നല്ല രീതിയിൽ ലോങ് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യാനുള്ളത്, നിങ്ങളുടെ കയ്യിൽ ഹെയർ ഡ്രയർ ഉണ്ട്, അതായത് നമുക്ക് ഈ ഹോട്ട് ചെയ്യുന്ന മെഷീൻ അറിയാമല്ലോ, ഹെയർ ഡ്രയർ, ആ ഒരു സംഭവമായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഡ്രൈ ആക്കി കൊടുക്കുക. കാരണം എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ചെറിയ ചൂടടിച്ചാൽ മാത്രമേ ഇത് ടോട്ടലി ഒട്ടിപ്പിടിക്കത്തുള്ളൂ. അപ്പോൾ എൻ്റെ ഹെയർ ഡ്രയർ ഇല്ല, ബട്ട് ഞാൻ ഗ്യാസിൽ തീ വെച്ചാണ് ചെയ്തത്. സോ അതെങ്ങനെയാണെന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം. സോ ജസ്റ്റ് നിങ്ങളിതാ ഈ ഒരു രീതിയിൽ ഇതിനെതാ ഇങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. അതായത് ഈ ഒരു സ്റ്റിക്കറിൽ നിന്ന് ഇത് ഈ ഫോണിൽ ഒട്ടുന്ന വരെ ഞാൻ ചെയ്യുന്ന രീതിയിൽ കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് വരാനായിട്ട് സാധിക്കുള്ളൂ. ഓൾറെഡി മൊബൈൽ സ്ക്രീൻ ഒട്ടിച്ചവർക്കാണെങ്കിൽ അറിയായിരിക്കും. സോ ഞാൻ ആദ്യമായിട്ടാണ് ഒരു മൊബൈൽ സ്ക്രീൻ ഒട്ടിക്കുന്നത്. ഞാൻ ഇതിന് മുമ്പ് കേസസാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നേരെ ഒരു മൊബൈൽ സ്ക്രീനെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി ഞാൻ ഒട്ടിച്ചു. കാരണം എന്ന് പറഞ്ഞാൽ കുറേ നേരം എടുത്തു ഈ ഒരു വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്ത് വന്നപ്പോഴത്തേക്കും. സോ ഈ ഒരു മുകൾ ഭാഗമൊക്കെ നമ്മൾ നേരെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഓക്കെ, നമ്മൾ നല്ല രീതിയിൽ തന്നെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു സൈഡ് ഭാഗങ്ങളും കൂടെ നമ്മൾ നല്ല വൃത്തിയായിട്ട് തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ടോട്ടലി നമ്മൾ എല്ലായിടത്തും ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി ചെയ്യാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെക്കുക. ഓക്കെ, ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ജസ്റ്റ് ഫോണിനെ പെട്ടെന്നൊന്ന് അടുത്തോട്ട് കൊണ്ടുപോയതിന് ശേഷം പെട്ടെന്ന് തന്നെ വെളിയിലേക്ക് എടുക്കുക. അതിനുശേഷം ജസ്റ്റ് അവിടെ നിന്ന് ഇറുക്കി ഒന്ന് പ്രസ് ചെയ്തൊന്ന് നേരെ തടവി വിടുക കേട്ടോ. നല്ല ഇറുക്കി ഹോൾഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കൊടുക്കുക. സോ ഇങ്ങനെ തന്നെ ഈ ഒരു ഇളവ് വരുന്ന വശങ്ങളിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ അത് കാണിക്കുന്നില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയ ഒരു പ്രശ്നമുണ്ട്. ആ ഒരു ഗ്യാസിൻ്റെ അടുത്തോട്ട് ക്യാമറയും കൊണ്ട് പോയി കഴിഞ്ഞാൽ ചെറിയൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. അപ്പോൾ നിങ്ങൾ പെട്ടെന്നൊരു കൊണ്ടുപോവുക, അതോടൊപ്പം പെട്ടെന്ന് തന്നെ എടുക്കുക. അതിനുശേഷം നമ്മുടെ കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ജസ്റ്റ് അടുത്തോട്ട് കൊണ്ടോ എടുക്കുക, അടുത്തോട്ട് കൊണ്ടോ എടുക്കുക, അത്രേ ഉള്ളൂ. ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ തട്ടിക്കൂട്ടി ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അതും കൂടെ ഒന്ന് ചെയ്യുക. ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷം വോയിസ് ഓവർ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് അതിന് ശേഷം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി ഗ്യാസിൽ വെച്ച്. അത് എൻ്റെ ഒരു പേഴ്സണലൈസ്ഡ് ടെസ്റ്റ് ആയിരുന്നു, ബട്ട് ആ ഒരു ടെസ്റ്റ് വിജയിച്ചു. ഹെയർ ഡ്രയർ പോലെ തന്നെയാണ് അത് വിജയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും മൊബൈൽ ഫോണിൻ്റെ ക്യാമറ ലെൻസിൽ ഒട്ടിക്കുന്നില്ല, കാരണം അത് ചെറിയ ബോറായി പോകും, അതുകൊണ്ട് ഞാൻ ഒട്ടിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒട്ടിക്കാം. ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ റാപ്ഷോപ്പിലെ വെബ്സൈറ്റ് ലിങ്കും വാട്സാപ്പ് ലിങ്കും എല്ലാം താഴെ തന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ പോയി ഇവരുടെ വെബ്സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്യുക. ലിമിറ്റഡ് സ്റ്റോക്സ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ അകത്ത് നിന്ന് കസ്റ്റമൈസ്ഡ് സ്കിൻ അല്ല, എല്ലാ തരം സ്കിന്നും അവൈലബിൾ ആണ്. ഇപ്പോൾ തന്നെ പോയി ബൈ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടാം. അണ്ടിൽ ദെൻ ദിസ് ഈസ് ആദ്യം സൈനിങ് ഓഫ്. ബൈ.